നമ്മുടെ വൈറൽ യക്ഷി എന്ന് പറയുന്ന ശിംഷിതല്ലേ നാട് വിട്ടെന്ന് പറയുന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത്. ദുബായിലേക്കാണ് നാട് വിട്ടെന്നുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത്. അതേപോലത്തെ രസം എന്താ അറിയോ, ഇപ്പം ദുബായിലും സൗദിയിലും ഖത്തറിലുമുള്ള എല്ലാ ന്യൂസ് ചാനലും ഇവിടെ ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അത് ഞാൻ കുറച്ച് മുമ്പ് കണ്ടിട്ടുള്ളൂ. എല്ലാ ദുബായിൽ പ്രത്യേകിച്ചുള്ള ദുബായ് ന്യൂസ് ചാനലിലേക്ക് ഇവിടെ ഫോട്ടോ ഇവിടെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ദുബായിലുള്ള ന്യൂസ് ചാനൽ ഈ സംഗതി പ്രസിദ്ധീകരിച്ചു എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. ഓളെ കുറെ സ്ഥലത്ത് കണ്ടു അത് ഇറങ്ങി എന്നുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലാക്കാൻ കാരണം എന്താ അറിയോ, ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ആത്മഹത്യ ചെയ്തു, ദീപക് ആത്മഹത്യ ചെയ്തു മരണപ്പെട്ടു എന്ന് അറിഞ്ഞ സമയം തൊട്ട് തന്നെ ഇവരുടെ കുടുംബക്കാര് ഇവിടെ നാട് കടത്തിയിട്ടുണ്ട്. അതാ റിപ്പോർട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ എവിടെ പോയിട്ടും കാര്യമല്ല, ഏത് ദുനിയാവ് പോയിട്ടും കാര്യമില്ല, എല്ലാ ലോകം മൊത്തം അറിഞ്ഞു. ഇത് ഈ എന്താ അറിയോ, വൈറൽ യക്ഷി ഉണ്ടല്ലോ, വൈറൽ യക്ഷി രക്തരക്ഷസ് എന്താ അറിയോ, ഏതൊരു പെണ്ണിനും ഒരു മാനുണ്ടാവും. ഇത് ഒരു മാനമില്ലാത്തൊരു പെണ്ണാണ് ആ പെണ്ണെന്ന് പറയുന്നത്. എന്താ അറിയോ, സ്വന്തം ശരീരം വെച്ച് കൊടുത്തുകൊണ്ട് എന്താ അറിയോ, സ്വന്തം ശരീരത്തെ വെച്ച് കൊടുത്തുകൊണ്ട് മറ്റുള്ള ഒരാളെ എന്താ പറയുക നശിപ്പിക്കുന്ന ഒരു പെണ്ണ് എന്ന് പറയുന്നത് അത്രയും വലിയ മോശമാണ്, മഹാപാവാണ് അവർ ചെയ്തത്. എന്താ അറിയോ, തെറ്റ് ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പാവം. 1000 നിരപരാധികൾ തെറ്റ് ചെയ്തോ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടു വിടാനുള്ള നമ്മളെ രാജ്യത്ത് എന്താ പറയുക ഇപ്പം മരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവളെപ്പോലത്തെ തേവിടിച്ചുകളെ കൊണ്ട് എന്താ പറയുക ഓരോരോ പാവപ്പെട്ട ആൾക്കാരെ മരണപ്പെട്ടുകൊണ്ടിരിക്കുക. ഇനി എത്ര ആൾക്കാർ മരണപ്പെടാറുണ്ട് ഇവലെ ഈ ഒരു അയഞ്ഞാട്ടം കൊണ്ട്. എന്താ പറയുക, എല്ലാ പെണ്ണുങ്ങളല്ലല്ലോ, കുറഞ്ഞ പെണ്ണുങ്ങളുടെ അവസ്ഥ പറയുന്നത്. ഇതുപോലെ തന്നെ ആണുങ്ങളുണ്ട്, ഏത് ഒന്നിനും പറ്റാത്ത വേസ്റ്റ് ആയിട്ടുള്ള ആണുങ്ങളുണ്ട്. എന്താ അറിയോ, ഈ സംഗതി പറഞ്ഞുകൊണ്ടൊക്കെ ഇതിൽ തന്നെ ജാതി മതം കേട്ടി വെക്കുന്ന കുറെ തീട്ടം നിന്നുന്ന കുറെ ആൾക്കാരുണ്ട് എന്ന് നമുക്കറിയാം. അവരൊക്കെ നമ്മൾ മാറ്റി വെച്ചേക്കാം. കാരണം അറിയാം, അവർക്ക് കൊടുക്കുന്ന സ്ഥാനം എന്താ നമുക്ക് ഈ പറയുന്ന ഈ വർഗീയത ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന സ്ഥാനം എന്താ അറിയോ, നമ്മൾ നല്ല ബിരിയാണി തിന്നും. നല്ല ബിരിയാണി തിന്നുങ്ങാൻ നമ്മൾ തിന്നു കഴിഞ്ഞാൽ എന്താവും, പോകൂലേ, ഇത് രാവിലെ പോലെ അതിൻ്റെ വില മാത്രമേ നമ്മൾ കൊടുത്താൽ മതി, വേറൊന്നും നമ്മൾ കൊടുക്കേണ്ടി വരും. ഏതാണ് വീഡിയോ വെക്കപ്പോൾ അവളെ പൊക്കുന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് പോകുന്നത്. ഏത് രാജ്യത്ത് പോയാലും ഏത് സ്ഥലത്ത് പോയാലും അവളെ വെറുതെ വിടില്ല എന്ന് കേരള പോലീസ് ലോകം മൊത്തം അത് വാർത്ത ന്യൂസായി വന്നുകൊണ്ട് ഏത് നിമിഷം അവളെ പിടിക്കപ്പെടും. അവിടെ എന്താ പറയുക, ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ജനങ്ങൾ കാണണം, അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ജനങ്ങൾ കാണണം. ഞങ്ങൾക്കൊക്കെ കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് എന്താ സന്തോഷിക്കുക. അതിനുവേണ്ടി ഞങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാവും എന്നുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വന്നുകൊണ്ട് താങ്ക് യു വെരി മച്ച്.